ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. അവിടെ ഒരു ശതാധിപൻ കർത്താവിനോട് പറയുകയാണ്, അങ്ങ് എൻ്റെ കൂടാരത്തിനകത്ത് പ്രവേശിക്കത്തക്ക യോഗ്യത എനിക്കില്ല, അങ്ങയുടെ അടുക്കൽ വരുവാനുള്ള യോഗ്യതയും എനിക്കില്ല. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാലും എൻ്റെ ദാസന് സൗഖ്യം ലഭിക്കും. ഇവിടെ ശതാധിപൻ ഒരു വലിയ വിശ്വാസം, വലിയ പ്രത്യാശ പ്രഘോഷിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യമില്ല എങ്കിൽ പോലും താനൊരു വാക്ക് കൽപ്പിച്ചാൽ വീട്ടിൽ രോഗിയായി കിടക്കുന്ന തൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും എന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ജഡപ്രകാരമുള്ള സാന്നിധ്യം പുതിയ നിയമസഭയിലില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവൻ്റെ സജീവമായ സാന്നിധ്യം പരിശുദ്ധ റൂഹായിലൂടെ നമുക്ക് ലഭ്യമാണ്. പരിശുദ്ധാത്മയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ശതാധിപൻ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം നമുക്ക് നിർവഹിക്കാനായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധ കൂദാശകളിലൂടെ നമ്മെ സമീപിക്കുന്ന കർത്താവിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുവാൻ ഈ നാളുകളിൽ നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.